ഈ കടുക്കാച്ചിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ത്യയിൽ നിന്ന് വന്ന നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ മുമ്പൊരു വീഡിയോയിൽ ഇവളെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്. ഇവളിന്ന് ഒരു ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ വന്നതാണ് കേട്ടോ. ശരിക്കും വന്നത് നമ്മളെ കാണാൻ വേണ്ടിയിട്ടല്ല, വേറെ രണ്ടുപേരെ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ വന്നേ ഉള്ളൂ. വന്നപ്പോൾ തൊട്ട് എപ്പോഴാണ് നമ്മളവിടെ പോകുന്നത്, എപ്പോഴാണ് അവരെ കാണുന്നതെന്നുള്ള ചോദ്യമായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ പോയി. ഇവരെ കാണാനായിട്ടോ വന്നത്, നമ്മുടെ ഗിറ്റീനെയും സോയയും. ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീഡിയോകളിലൂടെയും പിന്നെ അല്ലാതെ വീഡിയോ കോൾ ചെയ്യുമ്പോഴും എല്ലാം കണ്ട് കൊച്ചിന് ഇവരെ ഭയങ്കര പരിചയമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ വീട്ടിൽ വരും, അപ്പോൾ ഇവന്മാരെ കൊണ്ടുവരണം, എനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. അവൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവന്മാരെ കൊണ്ടുവന്ന് അവരുടെ കയ്യിലോട്ട് കൊടുത്തു. വന്നപ്പോൾ തൊട്ട് രണ്ടുപേരല്ല 3 പേരും കൂടെ ഭയങ്കര കളിയായിരുന്നു. പിന്നെ കിറ്റി അടക്കമൊന്നും അവളെ പേടിപ്പിച്ചത് കാരണം അവൾക്ക് കിറ്റിയോടുള്ള ആ ഇഷ്ടം അങ്ങ് പോയി കേട്ടോ. പിന്നെ ഫുൾ ടൈം സോയപ്പൻ്റെ കൂടെയായിരുന്നു. സോയനെ ബസ്സിൽ കയറ്റി ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഫുൾ ടൈം അവൻ്റെ കൂടെ കളിയും ഇരിപ്പും കിടപ്പും ഒക്കെ ആയിരുന്നു. കൊച്ചവിടെ ഭയങ്കര ബിസിയായിരുന്നു. ഞങ്ങളിവിടെ വേറൊരു ബിസിയായിരുന്നു. കാരണം ഞങ്ങളുടെ കയ്യിലൊരു വൈൻ കുപ്പി ഉണ്ടായിരുന്നു. ഒരു 5-8 മാസമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വൈൻ കുപ്പിയാണ്. ഇതിൻ്റെ കോർക്ക് എങ്ങനെയാണ് പൊക്കേണ്ടതെന്ന് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ലായിരുന്നു. നമുക്കത് പിടിച്ചു പൊക്കാനായിട്ടുള്ള ഗ്യാപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ചേട്ടൻ വന്നു കഴിഞ്ഞപ്പം ഫിൻലാൻഡിലിരിക്കുന്ന ഈ വൈൻ കുപ്പി തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചലഞ്ച് കൊടുത്തു. അങ്ങനെ ചേട്ടൻ കുറേ വീഡിയോസും അതും ഇതുമൊക്കെ കണ്ട് അവസാനം നമ്മുടെ കുപ്പി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി തുറന്നപ്പോഴേക്കും, കാരണം കുറേ നാളത്തെ പരിശ്രമമായിരുന്നു. അങ്ങനെ വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയി. അവന്മാരെ കൊണ്ടുവന്ന് വീട്ടിലും ആക്കി. കൊച്ച് അച്ഛനും അമ്മയും സോപ്പിട്ട് ഇന്നത്തെ ഒരു ദിവസവും കൂടെ നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പെർമിഷനൊക്കെ മേടിച്ച് പിറ്റേ ദിവസം രാവിലെ ബസ് കയറാനായിട്ട് പോയി വീട്ടിൽ പോകാൻ. പക്ഷേ ബസ് കിട്ടിയില്ല, നമ്മൾ തിരിച്ചു പോരേണ്ടി വന്നു. കൊച്ചിൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സാഡായിരുന്നു ബസ് കിട്ടാഞ്ഞിട്ട്. പക്ഷേ കൊച്ച് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബസ്സിന് തന്നെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ ഇറങ്ങി. ഇത്തവണ നമ്മൾ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ നേരത്തെ ഇറങ്ങി കേട്ടോ, ബസ് മിസ്സാവണ്ടെന്ന് കരുതി. അങ്ങനെ കൊച്ച് ഹാപ്പിയായിട്ട് തിരിച്ചു പോയി. അപ്പോൾ ബൈ.